ഹലോ മൈ ഡിയേഴ്സ്, നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്തെങ്കിലും ഗോസിപ്പ് നടക്കുന്നുണ്ടോ? നിങ്ങളുടെ ചുറ്റുമുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഗോസിപ്പ് പറയുന്നുണ്ടോ? നമുക്ക് കാർഡ്സ് എടുത്ത് നോക്കാം. എന്താണ് നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്ന ഗോസിപ്പ്? നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്ന ഗോസിപ്പ് എന്താണ്? നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളാണ്. അത് നോക്കാം. നിങ്ങളുമായിട്ട് അത് റിയാലിറ്റി ആയിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ അതോ ഒരു ഗോസിപ്പാണോ എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. ഓക്കെ, card number 1, card number 2 and card number 3. So നിങ്ങളുടെ കാർഡ്സ് കിങ് ഓഫ് പെൻറ്റക്കിൾസ്, 8 of swords, 6 of cups. നിങ്ങളുടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് 10 of swords ആണ്. സോ ആളുകൾ കൂടുതലായിട്ട് പറയുന്നത് നിങ്ങളുടെ ഒരു പാസ്റ്റ് പെയിനെ കുറിച്ചാണ്. നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു കാര്യങ്ങൾ അവസാനിച്ചിട്ടുണ്ട്, ഒരു എൻഡിങ് വന്നിട്ടുണ്ട്, അതിനെക്കുറിച്ച് ആളുകൾ സംസാരിക്കുന്നുണ്ട്. ആ ഒരു പെയിൻഫുൾ എൻഡിങ്ങിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ ഓവറോൾ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ നിങ്ങളെ കൃത്യമായിട്ട് ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അവർ പല ഏരിയയിലാണ് നിങ്ങളെക്കുറിച്ച് പറയുന്നത് എന്നുള്ളതാണ്. പക്ഷേ നിങ്ങളുടെ ഈ ഒരു അവസാനിപ്പിച്ച കാര്യമുണ്ടല്ലോ, ആ ഒരു കാര്യമാണ് ഇപ്പോഴത്തെ നിങ്ങളുടെ ഒരു സ്റ്റെബിലിറ്റിക്ക് കാരണം എന്ന് ഇവർ വിശ്വസിക്കുന്നുണ്ട്. അവരത് പറയുന്നുണ്ട്. നിങ്ങൾ ആ ഒരു കാരണം അവസാനിപ്പിച്ചത് കാരണം ഇപ്പോൾ കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുണ്ട്, അങ്ങനെ പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ പണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറച്ചുകൂടി ബുദ്ധിപരമായിട്ട് തീരുമാനിക്കാൻ പഠിച്ചു എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. ഇമോഷണലി നിങ്ങൾ വളരെയധികം കൺട്രോൾഡ് ആയി എന്ന് പറയുന്നുണ്ട്. ആളുകളുടെ ശ്രദ്ധ നിങ്ങൾക്ക് ഇപ്പോൾ പിടിച്ചു പറ്റാൻ പറ്റുന്നത് നിങ്ങളുടെ പാസ്റ്റിൽ നടന്ന ആ ഒരു എന്തോ ഒരു കാര്യത്തിൻ്റെ അവസാനം, ആ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, എന്തെങ്കിലും ഒരു കരിയർ ആയിരിക്കാം. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്, അതിൻ്റെ അവസാനം കൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾക്കിങ്ങനെ മാറാൻ പറ്റുന്നതെന്ന് അവർ പറയുന്നുണ്ട്. പക്ഷേ അവരിപ്പോഴും പറയുന്നുണ്ട്, അവർ ഇത്രയൊക്കെ സക്സസ്ഫുൾ ആയെങ്കിലും പക്ഷേ അവർക്ക് എന്തോ ഒരു മെൻ്റൽ ട്രാപ്സ് ഉണ്ട്. അവരുടെ മനസ്സിൽ ഇപ്പോഴും ചില ട്രാപ്പുകളുണ്ട്. അവരെന്തൊക്കെയോ കാര്യങ്ങളിലൊക്കെ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. ഓക്കെ, അവർ ഇമോഷണലി സ്റ്റക്കാണെന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട്. നിങ്ങൾ സീക്രട്ട്ലി പുറമേ കാണിക്കുന്നത് പോലെയല്ല, സീക്രട്ടായിട്ട് ഭയങ്കരധികം സഫർ ചെയ്യുന്നുണ്ട്, വിഷമിക്കുന്നുണ്ട് എന്നവർ പറയുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ ചേർത്ത് വായിക്കാവുന്നതാണ് 6 of Cupsൻ്റെ ഒരു കാർഡ് വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ പാസ്റ്റ് റിലേഷൻഷിപ്പിനെ കുറിച്ച് ഇപ്പോഴും ചിന്തിക്കുന്നുണ്ടെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ നഷ്ടപ്പെട്ട ജോലിയായിരിക്കാം, അതിനെക്കുറിച്ച് തിങ്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ വേറൊരു കരിയറിലേക്ക് എത്തിയിട്ടുണ്ടാവാം, വേറൊരു റിലേഷൻഷിപ്പിലേക്ക് എത്തിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ ഗ്രോണപ്പായി നിങ്ങളുടെ ലൈഫ് ജീവിക്കുന്നുണ്ടാവാം. എങ്കിൽ പോലും നിങ്ങളുടെ അവസാനിപ്പിച്ച ആ കാര്യവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ആളുകൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങളുടെ ആ അവസാനിപ്പിച്ച റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾ ഇപ്പോഴും ചിന്തിക്കുന്നുണ്ടെന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. സോ ഇതിൻ്റെ ഒരു ടോട്ടൽ റീഡിംഗ് എന്ന് പറയുമ്പോൾ ഇതൊരു മിക്സഡ് ഫീലിങ്സ് ആണ് ആളുകളുടെ. അതായത് അവർക്ക് ഇപ്പോഴും നിങ്ങളെ പിടി കിട്ടിയിട്ടില്ല, എന്താണ് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നതെന്ന് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. സോ അതുകൊണ്ട് അവർ പല ഏരിയയും പല രീതിയിലും പറയുന്നു.